അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരം. ദ വണ്ടർലെസ് കപ്പിളിന്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാ വീഡിയോയുടെ അനുഭവമായിട്ട് നമ്മളിന്നുള്ളത് അമേരിക്കയിലെ കൊളറാഡോ എന്ന് പറയുന്ന സംസ്ഥാനത്തെ മേസവർദ എന്ന് പറയുന്ന നാഷണൽ പാർക്കിലാണ്. അപ്പം അങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ ഇവിടെ ആരംഭിക്കുകയായി. അപ്പോൾ നമ്മൾ ഈ മോണ്ടെ വിസ്റ്റ അല്ലെങ്കിൽ മൗണ്ടൻ വ്യൂ എന്ന് പറയുന്ന ഈ കൊച്ചു ടൗണിൽ നിന്നും യാത്രയാവുകയാണ്. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണിത്. അത് നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് 1884 ഈ മോണ്ടെ വിസ്റ്റ എന്ന് പറയുന്ന ഈ ഒരു ടൗണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഇവിടുത്തെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വെറും ഒരു 4600 അതൊക്കെയാണ് പോപ്പുലേഷൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൗൺ. ഈ ഒരു ടൗണിന് മോണ്ടെ വിസ്റ്റ എന്നൊരു പേര് വരാൻ കാരണം ഇവിടെ നിന്നുള്ള മനോഹരമായ ആ റോക്കി മൗണ്ടന്റെ വ്യൂ ആണ്. മോണ്ടെ വിസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പാനിഷ് വേർഡാണ്. മൗണ്ടൻ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല, കിഡിലൻ സംഭവം. നമ്മൾ ഇനിയും കുറേ ദൂരം പോകുന്നത് ഗ്രാൻഡ് നാഷണൽ ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ്. മനോഹരമായിട്ടുള്ള പൈൻ ട്രീസിൻ്റെ കിഡിലൻ ഫോറസ്റ്റ് ഏരിയ ആണ് ഇനി നമ്മൾ പോകുന്നത്. We just came over a really steep mountain pass, but it was really beautiful with the snow and the trees, and now we happen to find a scenic overlook where we stopped, and the view is just amazing here with the lakes and the meadows. അങ്ങനെ നീണ്ട ഒരു 3 മണിക്കൂർ നേരത്തെ ഡ്രൈവിനൊടുവിൽ നമ്മൾ ഇതേ മേസവർദെ നാഷണൽ പാർക്കിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നൈസായിട്ടുള്ള ഈ പാറയുടെ അടിയിലും ഒരുപാട് വീടുകളുണ്ട്. ഇതൊക്കെ വെൽ പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയിലാട്ടോ. ഇത് ശരിക്കും വലിയ ഒരു 100-500 അടിയോളം താഴ്ചയുള്ള വലിയ പാറ ഇടുക്കാണ്. ഈ നമ്മൾ നിൽക്കുന്നതും അതേപോലെ ഇതിൻ്റെ അപ്പർ സൈഡും തമ്മിൽ അതേപോലെ താഴ്ചയുണ്ട്. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ പാറയുടെ ഉള്ളിൽ അവർ കണ്ടോ വീട് വെച്ച് ഈ ഒരു സെറ്റപ്പിലാണ് അവർ താമസിച്ചത്. കണ്ടോ താഴത്ത് വലിയൊരു ബ്ലോക്ക് ഉണ്ട്, അവിടെ ഒത്തിരി വീടുകളുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ മേളിൽ നിന്ന് ഏറ്റവും ഈ താഴത്തേക്ക് ഈ മലയുടെ പിളർപ്പിൻ്റെ ഏറ്റവും താഴത്തേക്ക് ഹൈക്ക് ചെയ്ത് പോകണം. കാരണം വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാഴ്ച അവിടെയുണ്ട്. അതായത് ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ പാറയിൽ കൊത്തിവെച്ച ലിപികളും അതേപോലെ അവർ വരച്ച ചിത്രങ്ങളും ഒക്കെ ഇന്നും അവിടെ നമുക്ക് കാണാൻ കഴിയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്കുള്ള ഒരു ഹൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതായത് ആ ടാറിങ് പേയ്മെൻറ്റ് ആ മേൽഭാഗം വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇവിടുന്ന് മണ്ണും കട്ടയും കല്ലും തനി നാച്ചുറലായിട്ടുള്ള ഹൈക്കിംഗ് ട്രയലാണ് ഈ പോകുന്ന. ഈ ഒരു ഹൈക്കിംഗ് ട്രയൽ 4 കിലോമീറ്ററാണ് റൗണ്ട് ട്രിപ്പ്. ഈ പെട്രോഗ്ലിഫ് ആ ഒരു സ്പോട്ടിലേക്കുള്ള ഒരു ഹൈക്കിംഗ് ട്രയലാണ്. കുറച്ച് റിസ്ക് പിടിച്ചതാണ്.
finally found a dry spot on such a rainy day. It's the only time we've been dry all day. ശരിക്കും ഈ കാണുന്നത് അന്ന് ഇവിടെ താമസിച്ച, അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ താമസിച്ച പൂബ്ലോ കമ്മ്യൂണിറ്റിക്കാർ അവർ കൊത്തിയെടുത്തിട്ടുള്ളതാണ് ഈ ഒരു ട്രയൽ. ഇതിൽ അവർ ഇതേപോലെ പിടിച്ച് താഴ്ത്തി ചവിട്ടിയിട്ടാണ് അവർ ഈ പാറമേൽ കയറുന്നത്. ഈ കാണുന്ന ട്രയലൊക്കെ അവർ ഇതേപോലെ പിടിച്ച് കയറാനായിട്ട് അവർ തന്നെ ഉണ്ടാക്കിയ സംഭവങ്ങളാണിത്. ഒരക്ഷയില്ല, വലിയൊരു പാറക്കഷ്ണം. ഇത് കണ്ടോ, സാധനം ഇവിടെ തങ്ങി നിൽക്കും പോലെയാണ് ഈ രണ്ട് ഗ്യാപ്പിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാണ്. ആർ യു റെഡി? Sure, let's try this. എൻ്റെ പൊന്നും മച്ചാമാരെ, ചില സ്ഥലത്തെ ട്രെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടുങ്ങിയിട്ടുള്ളൊരു സംഭവമാണ്. ശരിക്കും നമ്മുടെ കട്ടയും പടയും മറങ്ങും. എന്താ പറയാ, the view is cool, super cool. Look over there, it's a beautiful view. Look at that. Woohoo! Woo! അങ്ങ് ദൂരത്ത് നമ്മൾ ഇതേപോലെ പാറയുടെ വലിയൊരു വിള്ളല് മറ്റു കുറേ വീടുകളും കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഹൈക്ക് ചെയ്ത് വന്ന് ഇതുണ്ട ഈ ഒരു വലിയൊരു കുടപോലെ നിൽക്കുന്ന ഈ ഒരു പാറയുടെ പിളപ്പിൽ അന്ന് അവർ നമ്മളിപ്പോൾ ഈ ഹൈക്ക് ചെയ്യുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതാണ്. നമ്മുടെ സ്വയം റിസ്കിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഹൈക്ക് ചെയ്യാനായിട്ട്. ഇതുണ്ട് നമ്മൾ ഹൈക്ക് ചെയ്യുന്ന ട്രയൽ ഇവിടെയാണ്. ഇവിടുന്ന് നേരെ ഒരു 2000 അടിയോളം താഴ്ചയിലേക്ക് ആ രണ്ട് മലഞ്ചെരുവും അടിപൊളിയായിട്ട് താഴത്തേക്ക് കിടക്കുകയാണ്. പോയി കഴിഞ്ഞാൽ നേരെ അവസാനമാണ് ഈ ഹൈക്കിംഗ് ട്രയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മലഞ്ചെരുവിൻ്റെ ഏറ്റവും എന്താ പറയുക, ഈ എഡ്ജിലൂടെയാണ് ഈ ഒരു ഹൈക്കിംഗ് ട്രയൽ ഉള്ളതും. കണ്ടോ, ഓൾമോസ്റ്റ് 1000 വർഷം പഴക്കമുള്ള ചിത്രങ്ങളും എഴുത്തുകളാണ്. ഒരു രക്ഷയിൽ ഇതൊക്കെ ഇനി തിരിച്ച് എങ്ങനെ കയറുന്നതാണ് അറിയാൻ പാടില്ലാത്തത്. ഇതൊക്കെ അള്ളിപ്പിടിച്ച് വേണം ഇതിനകത്ത് കയറാനായിട്ട്. There we go. That was a good workout. Wow, look at that brave. Ooh, where are you, baby? I'm standing on top of the world.
പൊന്നു മച്ചാമാരെ, അങ്ങനെ ഒരു 2-3 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ആ മഹാ ഹൈക്കിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ പാർക്കിംഗ് സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ഇനി നമ്മൾ പോകുന്നത് ഈ മെസ വെർദെ എന്ന് പറയുന്ന ഈ പാർക്കിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ആണ്. അതായത് അതിനെ എന്താ പറയുക, ക്ലിഫ് പാലസ് എന്നാണ് അവർ വിളിക്കുന്നത്. ഒരു ഏരിയ മുഴുവൻ ഇതേപോലത്തെ വീടുകൾ വലിയൊരു പാറയുടെ അള്ളിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. അപ്പം അത് കാണാൻ ഞാനും ഒത്തിരി എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല. ഇനി നമുക്ക് നേരെ പാലസിൻ്റെ മുമ്പിൽ കാണാം. ഓക്കെ, ഒരു രക്ഷയില്ല. കട്ട ബിസി എന്ന് പറഞ്ഞാൽ കട്ട ബിസിയാണ്. ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടടിച്ച് നടക്കുകയാണ്. നമ്മളൊരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ നമ്മൾ നമ്മുടെ ഈ സ്പോട്ടിലെത്തി. അങ്ങനെ നമ്മുടെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2:30 നമ്മുടെ സമയം. ആ ഒരു ടൈമിനുള്ളിൽ നൈസായിട്ട് ലഞ്ച് കഴിച്ച്. പക്ഷേ എന്താ പറയുക, ചെറിയൊരു ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിട്ട് ഇത് കണ്ട മഴ ഇങ്ങനെ ചാറി. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ ആണ്. ആൾക്കാർ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്ത് കിടക്കുന്നത്. നൈസ് മഴയായത് കാരണം. പണി പാലും വെള്ളത്തിൽ കിട്ടി. മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ. അങ്ങനെ നമ്മുടെ 2:30 നമ്മൾ പോകേണ്ട ടൂറ് അവർ എന്താ പറയുക ക്യാൻസൽ ചെയ്തു. കാരണം താഴത്തേക്ക് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന വഴിക്കാണ് ശരിക്കും നമ്മളും പോകേണ്ടിയിരുന്നത്. പക്ഷെ മഴ കാരണം പാറയൊക്കെ തെന്നിയത് കാരണം വളരെ സ്റ്റീപ്പായിട്ടുള്ള എന്താ പറയുക ഹൈക്കാണ് അവിടത്തേക്ക്. അത് കാരണം നമ്മുടെ ടൂറ് ക്യാൻസൽ ചെയ്ത്. എൻ്റെ പൊന്നോ, അതിൻ്റെ സങ്കടം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇത് കാണാൻ വേണ്ടി നമ്മൾ കൊതിച്ചു വന്നതാണ്. നമുക്ക് മുമ്പേ ടൂർ പോയ ആൾക്കാരാണ് താഴത്ത്. മഴ കാരണം അവരൊക്കെ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു രക്ഷയില്ല. നമ്മൾ അവരോട് സംസാരിച്ച് അപ്പോൾ അവർ പറഞ്ഞു ഫൈനലൈസ് ചെയ്തു, അത് ക്യാൻസലാക്കി. അതായത് നമ്മൾ 2:30 ടൂർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഒരു രക്ഷയിലും നമുക്ക് ഒരു വിധത്തിലും താഴത്തേക്ക് പോകാൻ പറ്റില്ല. Another rainy day in Colorado. Whose idea was it to come in May?
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയോട് അവസാനിക്കുകയാണ്. നമ്മുടെ ആസ് യൂഷ്വൽ ദ വോൺലെസ് കപ്പിളിൻ്റെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കും. സോ ഇതുപോലെ വ്യത്യസ്തമായ കാഴ്ചയുടെ അനുഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വോൺലെസ് കപ്പിൾ. See you later, hopefully on a sunny day.